പ്രപഞ്ചമാകെ വെളിച്ചം വിതയ്ക്കും പ്രതിഭാസമേ സർഗപ്രതിഭാസമേ പ്രണമിക്കുന്നു ഞങ്ങൾ. പ്രകാശമരുളേണമേ എന്നും പ്രസാദമരുളേണമേ. അക്ഷരദീപം കൊളുത്തി അത്ഭുതലോകം വിടർത്തി. അക്ഷരദീപം കൊളുത്തി അത്ഭുതലോകം വിടർത്തി. വിശ്വം മുഴുവൻ വീടായി മാറ്റും. വിശ്വം മുഴുവൻ വീടായി മാറ്റും. വിജ്ഞാനനിധി തേടുന്നു ഞങ്ങൾ, വിജ്ഞാനനിധി തേടുന്നു. പ്രപഞ്ചമാകെ വെളിച്ചം വിതയ്ക്കും പ്രതിഭാസമേ സർഗപ്രതിഭാസമേ. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5ലേക്ക് പാലക്കാടാണ് വീട്. അഖിൽ എന്താ ചെയ്യണേ? ഞാനിപ്പോ +2 കഴിഞ്ഞു, ബിടെക്കിന് ചേർന്നു. ഓക്കെ, പാട്ട് പഠിക്കുന്നുണ്ട്. രണ്ടും സൈഡ് ബൈ സൈഡ്. സ്റ്റേജസിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടോ? അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ശരത് സർ. അഖിൽ സർ സുഖാണ്. അഖിൽ സുഖം സർ. അമ്മേ ഭക്ഷണം കഴിക്കാരെ വിളിച്ചാ മതി, നാളത്തേക്ക് കുറെ പഠിക്കാണ്ട്. അച്ഛൻ അമ്മ. എടാ മോനെ, എന്താച്ചാ ഇതൊന്ന് മുകളിലേക്ക് വെച്ചേക്ക്. എന്താണ് ചേട്ടൻ? ചേട്ടൻ ഡോക്ടറാണ്. അപ്പൊ അസുഖമൊക്കെ വന്നാൽ ചേട്ടൻ്റെ അടുത്ത് പോകാറുണ്ടോ, അതോ വേറെ നല്ല ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകും? അച്ഛൻ ഡോക്ടറാണ്. അവന്റെ കയ്യിലാണോ ഇതൊക്കെ കൊടുക്കണ? അവന്റെ മുന്നിലുള്ള ഈ മദ്യപാനം അത്ര നല്ലതല്ല. അവനും ഇതൊക്കെ കണ്ടാ പഠിക്കുക. അവൻ എന്റെ മോനാ. തോന്നുന്നുണ്ടോ ചേട്ടനൊക്കെ? ഇതൊക്കെ കണ്ടിട്ട് നാശാവുകയാണെങ്കിൽ എന്നേ ആവാമായിരുന്നു. 10ാം ക്ലാസ്സില് അവനല്ലേ ഫസ്റ്റ്. ഇപ്പൊ അവൻ പോയിരിക്കണതേ പഠിക്കാനാ. നീ കണ്ടോ, ഇത്തവണയും അവൻ തന്നെ ആയിരിക്കും ഫസ്റ്റ്. ഛേ, നാശം പിടിക്കാൻ. കേബിള് കട്ടായി. ഇന്ന് എലിമിനേഷൻ റൗണ്ട് ഉള്ളതാ. സുധീർ ഔട്ടാവോ ആവോ. ഹലോ, പറയടാ. എന്താ മോളറിയേ, കുറെ നേരമായിട്ട് നീ ബിസിയാണല്ലോ. ഒന്നുമില്ലടാ. ആരാ, ബസ്സിലെ കക്ഷിയാണോ? ഏയ്, സതീഷ് ചേട്ടനല്ല. പിന്നെ ആരാ? അന്ന് മിസ് കോൾ അടിച്ചിട്ട് വിളിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ ചേട്ടനാ. പിന്നെ ആ സംഭവം നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം കേട്ടോ. ആ, നമുക്കത് നാളെ തീരുമാനിക്കാം. നീ പറഞ്ഞ മൊബൈലിന് എത്ര രൂപ വരും? ആ, 1500 രൂപ.
എന്തായാലും ഈ സംഭവം നടന്ന ഒക്കേണ്ടതാണ്. ആ മാക്കാച്ചിനെ വിളിക്കാൻ മറക്കരുതേ, വിളിക്കണേ. ആ ആ ആ ഞാൻ വിളിച്ചോളാം, മാക്കാച്ചിനെ ഞാൻ ആ വിളിച്ചു. ശരി. അപ്പൊ ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഒന്നും കാണാനില്ലല്ലോ. അമ്പടാ മോളെ, ഒന്ന് നോക്കിട്ട് പോ. നമ്മളൊക്കെ ഒരുമിച്ച് പഠിച്ചതല്ലേ. പോടാ മാക്കാച്ചി. വേണ്ടായിരുന്നു. ആ എന്തായാലും അമ്പടാ. എൻ്റെ ഉമ്മർക്ക ഇന്നൊരു രക്ഷയില്ല. അതെന്താടാ? പ്രധാനപ്പെട്ടവരാരും മരിച്ചിട്ടില്ല. ഇന്ന് ഹർത്താലിനൊരു സ്കോപ്പും ഇല്ല. ഇന്ന് സ്കൂളിന് അവധിയില്ല. നിനക്ക് അവധിയുള്ളതില്ലാത്ത ഒരുപോലെ അല്ലേ? ഇപ്പൊ പഴയ പോലെ ഒന്നല്ല, ക്ലാസ്സിൽ നിന്ന് ചാടാൻ പറ്റൊന്നുമില്ല. അതെന്താടാ, നിന്നെ പിടിച്ച് ക്ലാസ് ലീഡറാക്കിയോ? അതൊന്നല്ലക്ക, ഇത്തവണ 9ാം ക്ലാസ് തോറ്റപ്പോ നമ്മുടെ അനിയത്തിപ്പെണ്ണ് നമ്മുടെ ഒപ്പം എത്തി. ഞാൻ ക്ലാസ്സിൽ നിന്ന് എങ്ങാനും മുങ്ങിയ വീട്ടിൽ അവൾ അത് അപ്പം എത്തിക്കും. ഓ, അതുകൊണ്ടേ ഞാൻ ക്ലാസ് പോവാൻ നോക്കട്ടെ. ഉമ്മർക്ക ആശം വരണ്ടിട്ടാ. ഓ ഓ. ഹലോ അമ്മ ഇവിടൊക്കെ ഉണ്ട്. എന്താടാ നമ്മുടെ കാര്യം? എല്ലാം ശരിയാക്കാം. ഇത് അയ്യോ വേണ്ട, എനിക്ക് ക്ലാസ് പോരണടാ. മറ്റവന് വരണ്ടിട്ടാ. എന്താ മോളെ ആയിഷ? എന്നാലും നീ പോയാ കിരണിനെ റിയും വിളിച്ചിട്ടുവാ. നമുക്കിതിലൊരു തീരുമാനം ഉണ്ടാക്കണം തന്നെ. ശരി സിബിയണ്ണ, ശരി. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്ത് സമത്വമാണുള്ളത്? പെൺകുട്ടികൾ ഇപ്പോഴും നേരിടുന്ന പ്രശ്നങ്ങൾ അനവധിയാണ്. അവരുടെ വീട്ടിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമ്പോൾ മാത്രമേ ഒരു പെൺകുട്ടിക്ക് ആത്മവിശ്വാസത്തോടെ ഇവിടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ക്ലാസ്സിൽ ആരെങ്കിലും നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നം അതിവിടെ ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട. ആയിഷ നേരിട്ടുള്ള ഒരു പ്രശ്നം. അത് മാഷേ, ഞാനെന്നും സ്കൂളിലേക്ക് വരുമ്പോൾ ഞാനറിയാത്ത ഒരാൾ എന്നും എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് സ്കൂളിലേക്ക് വരാൻ പേടിയാ, ചില സമയത്ത് പുറത്തേക്ക് ഇറങ്ങാനും. എന്താണ് അവിടെ? നിനക്ക് എന്താ അവിടെ കാര്യം? പോടാ പോടാ പോടാ. എന്തൊരു കുടുത്ത പിടിച്ച്. ഇങ്ങനൊന്നും പിടിക്കാൻ പാടില്ല. നിനക്കെന്തേലും വേണ്ട സതീശ? വേണ്ടത് വാങ്ങിക്കട സതീശ. ഇപ്പോഴേ സക്കാത്തിന് വാങ്ങിച്ച ആളെ കിട്ടൂ. ഇക്ക ഷിബിയണ്ണന് ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹം, അതുകൊണ്ട് അതൊക്കെ വാങ്ങിത്തരണ. ഇത് ഉള്ളിലുള്ള കവറിലേക്കിട്. അത്ര വിശ്വാസമുള്ളവർക്ക് മാത്രമേ നമ്മളിത് കൊടുക്കുള്ളൂ. ഈ അത് പുറത്തിട്ടിട്ട് വല്ലവരും വന്ന് കണ്ടിട്ട് ഇൻഗ്രാബ് ഉണ്ടാക്കിയിട്ട് നമ്മളെ കഞ്ഞുടി മുട്ടിക്കല്ലേ മോനെ. എന്നത് നിങ്ങൾ തന്നെ കൊണ്ടുപോയി കളഞ്ഞോ? പഠിപ്പിസ്റ്റോള് വരുന്നുണ്ട്. നമ്മള് ടീമൊക്കെ അവിടെ ഉണ്ടല്ലോ. ആ എന്താണോ പരിപാടി? ക്ലാസ് കെട്ടിയാൻ തുടങ്ങുമ്പോ പേടിയാവും. പ്രശ്നമില്ല, അത് ശരിയാക്കാം. എന്താവോ
ഹായ്. ഹലോ. അയ്യോ. എന്താ മോളെ അറിയേ, ഇന്നലെ രാത്രി മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. ഒക്കെ ഈ മക്കാച്ചി കാരണോ? എടി മരത്തവളെ, ഇന്നലെ നീ എന്നെ വിളിച്ചോണ്ടല്ലേ ഞാൻ തിരിച്ചു വിളിച്ച്. ഒന്ന് നിർത്തണം മാക്കാച്ചി, സമയായി. ഇപ്പൊ ക്ലാസ് പോവാനുള്ളതാ. ക്ലാസ് പോവേ? നിങ്ങൾ എന്റെ കൂടെ വാ. ഇത് നിനക്കാ, വിത്ത് ക്യാമറ, പുതിയ മോഡലാ. അമ്മയുടെ കയ്യിലൊന്നും കൊണ്ടുപോയി കൊടുക്കല്ലേ മോളെ. ഇതൊന്നും വേണ്ട സിപ്പിച്ചേട്ടാ, എന്തിനാ വെറുതെ ഇനി അമ്മയെ വിഷമിപ്പിക്കണേ. ഓ പിന്നെ ഇന്നത്തെ കാലത്ത് ഒരു മൊബൈലൊക്കെ ഇല്ലാതെ എങ്ങനെ, അതും നിന്നെ പോലെ സ്മാർട്ടായ ഒരു കുട്ടി. അതെ, ഇവിടെ അധികം നേരം നിന്ന് വാചകം അടിക്കണ്ട. ഹെഡ്മാഷ് പോക്കി അകത്തിരുത്തും. രാവിലെ വയറിളക്കാന്നും പറഞ്ഞ് ഞാൻ മുങ്ങിയതാ. നിങ്ങൾ വാ, നമുക്ക് നമ്മുടെ താവളത്തിലേക്ക് പോവാം. സിബിയേട്ടാ, ഇത് വിചാരിക്കണ പോലെ എളുപ്പമുള്ള കാര്യമില്ല. ഇത്തിരി റിസ്ക് ഉണ്ട്. എടാ, കുറച്ചൊക്കെ റിസ്ക് എടുക്കണ്ടാ ജീവിതത്തില്. നീ പറ, എന്താ മോളെ റിയേ നിന്റെ അഭിപ്രായം? സ്കൂളിൽ തെങ്ങാനൊരു ഇഷ്യൂയാ, സിബിച്ചേട്ടൻ അറിയാലോ. ഇപ്പോഴേ അറ്റൻഡൻസ് കമ്മിയാ, മാർക്കാണ് അതിലും മോശം. അടുത്ത വർഷം മെഡിസിൻ ചെയ്യേണ്ടതാണേ. സതീശ, നീ പറ. നിങ്ങൾ എന്താണെങ്കിലും തീരുമാനിച്ചോ, ഞാൻ എന്തിനും റെഡിയാ. സംഗതി വളരെ സിമ്പിളാണ്. ഇതുപോലെ. ഇതാണോ ഇത്ര റിസ്കാന്ന് പറഞ്ഞ? സിബിച്ചേട്ടൻ എന്തിനാ അവളുടെ ഫോട്ടോ? ഒന്ന് കാണാനാ. എന്നാ സിബണ്ണൻ എന്റെ ഒരു ഫോട്ടോ എടുത്തോ. നീയൊക്കെ എന്റെ മനസ്സിലിടണം മോനെ. പക്ഷെ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല. ഞാൻ അധികമൊന്നും പറയണില്ല. അവളുടെ ഒരു ഫോട്ടോ, പിന്നെ എൻ്റെ ഒരു ഫോട്ടോ ആ മൊബൈലിലുണ്ട്. അത് രണ്ടും ചേർത്ത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. അത് റിയക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. വെറുതെ വേണ്ട പിള്ളേരെ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും 1000 രൂപ വെച്ച് തരാം. സിബിച്ചേട്ടാ, ഇത് ഞങ്ങൾ ചെയ്തു തരാം. എന്നാ കൊടുകൈ. എന്നാ ഡബിളൊക്കെ. എനിക്ക് പറ്റില്ല, അതൊക്കെ പ്രശ്നം. അയ്യോ, ഒന്നുമില്ല. ഐഷ, എന്താ അറിയാ, പപ്പയോട് നിന്നെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി നീയാണെന്ന്. അവിടെ ദുബായിലൊരു സ്കോളർഷിപ്പിന് നിന്റെ ഫോട്ടോ വേണത്രേ. അതിനെന്റെ ഫോട്ടോ ഒന്നുമില്ലല്ലോ. സാരല്ലേ, ഞാൻ എന്റെ മൊബൈലിൽ എടുത്തോളാം. എന്നാ ശരി. പോട്ടെ. Yes.
സിബി ഇതാണോ നീ പറഞ്ഞ സാധനം? ആടം വച്ചു. എങ്ങനെയുണ്ട്? നന്നായിട്ടാ. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഓക്കേടാ. മാസം കുറെ ആയില്ലേ മോളെ എന്നെ കാണുമ്പോ നിന്റെ ഈ ഓട്ടം. ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടണ്ടി സിബി. നിന്നെയല്ല നിന്റെ അപ്പുറത്തുള്ള എങ്ങനെ വരുതിക്ക് കൊണ്ടുവരണമെന്ന് എനിക്കറിയാം. എന്നെയൊന്നും ചെയ്യല്ലേ. മോളൊരു കാര്യം ചെയ്യ്, ഇനി ഞാൻ പറയണ പോലെ അനുസരിക്ക്. റിയയുടെ അടുത്ത് ഞാനും നീ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, അതൊരു സാമ്പിൾ മാത്രാ. പിന്നെ പുറത്ത് കാണിക്കാൻ പറ്റാത്ത വേറെ കുറെ ഫോട്ടോസും. അതൊക്കെ വെച്ച് നിന്നെ എങ്ങനെ വരുതിക്ക് നിർത്തണമെന്ന് എനിക്കറിയാം. മോളെ അണ്ണൻ ഇവിടൊക്കെ തന്നെ കാണും, അത് നീ പോയി ഫോട്ടോ കാണും. എന്താടാ നീ സ്കൂളില്ലേ? ഇല്ല മോർക്ക, എല്ലാരും നിതിന്റെ വീട്ടിലേക്ക് പോവാ. എന്തേ കുട്ടിക്ക് പറ്റിയത്? ഹാൻസും പാൻപരാക്കും അമിതമായി കഴിച്ച് വായിൽ ക്യാൻസർ വന്നിട്ടാണ്. ഇത്രയൊക്കെ ആയിട്ട് നീ ഒന്നും പഠിക്കുന്നില്ലല്ലോ മോനെ. നീ വല്ല പഴവും വാങ്ങി കഴിക്ക്, അത് നിന്റെ ആരോഗ്യത്തിനെങ്കിലും നല്ലതാ. എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇതാണ്. ഇതിന് എത്ര ലഹരി സാധനങ്ങൾ കിട്ടുമോ അത്രയും വേണം. അതിനെ നമ്മളിപ്പോ ഇത് വെക്കണില്ല. വേണ്ട ഉമറേ വേണ്ട. ഞാനിപ്പോ ഒരു പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അകത്താ. അതിനിട വരുത്തണ്ട. ഒരു തീപ്പെട്ടിയും കൂടെ തരൂ. ഏയ്, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഉണ്ടോ? എനിക്ക് ഭ്രാന്തുണ്ട്, നല്ല പെരുത്ത ഭ്രാന്ത്. എങ്ങനെ വരാതിരിക്കും? ഞാനും ഇവിടെ തന്നെയല്ലേ ജീവിക്കണത്. നാണ ഇല്ലടോ തനിക്ക് ഇതും വിറ്റ് ഈ കുട്ടികളെ മരണത്തിന് തിന്നാൻ കൊടുത്ത് ജീവിക്കാൻ. ഇനി ആരുടെങ്കിലൊക്കെ ഫോട്ടോ എടുക്കണോ? പൈസ കിട്ടുന്ന കാര്യണേ. സിബിയേട്ടൻ പറഞ്ഞത് ഈ മൊബൈലിലെ ഫോട്ടോ അവളെ കാണിക്കണമെന്നാ. അതെന്തിനാവോ? ഓ, അതൊന്നും എനിക്കറിയില്ല. വീണ്ടും പൈസ വല്ലതും തടയണ കേസായിരിക്കും. എടി റിയ, നീ ഒന്നും കൊണ്ടുപോയി കാണിരടി. എനിക്കൊന്നും വയ്യ, എനിക്കൊരു പേടി പോലും. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാ സോറിടാ എനിക്ക് പേടിയടാ മാരത്തവളെ. സതീഷ, പരീക്ഷ വരണം. ടെൻഷൻ കാരണം മിക്കവാറും പരീക്ഷ ഉഴപ്പുന്നാ തോന്നുന്നു. ഇതിലിപ്പോ ധൈര്യം കൂടുതൽ നിനക്കാടാ മാക്കച്ചി. നീ തന്നെ അത് അവളെ പോയി കാണിക്കും. എനിക്കൊരു പേടിയില്ല, ഇങ്ങോട്ടാ നിങ്ങൾ വാ. വാ. മിണ്ടാണ്ട് നിക്ക്. വരുന്നുണ്ട്. ഹായ്. നിന്റെ പിന്നാലെ ബൈക്കുമ്പോ വരുന്ന ആ ചുള്ളല്ലേ, അവ ഇത് നിന്നെ കാണിക്കാൻ പറഞ്ഞു. ഇത് നീ അന്ന് ഞാൻ എന്റെ പ്രിൻസിപ്പാളിനോട് കംപ്ലൈന്റ് ചെയ്യും.
ഒരറിയിപ്പ്. ഈ സ്കൂളിലെ +1 വിദ്യാർത്ഥികളായ കിരൺ, റിയ എന്നിവരെയും 9 സിയിൽ പഠിക്കുന്ന സതീശനെയും അന്വേഷണ വിധേയമായി 14 ദിവസത്തേക്ക് ഈ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി അറിയിക്കുന്നു. ശരിക്കും പേടിയാവുണ്ട്. ഇതെങ്ങാനും വീട്ടിലറിഞ്ഞാ? ഓ, ഇതൊന്നും വേണ്ടായിരുന്നു. മകാജി, നിനക്ക് ഏത് സമയത്താണ് സിബി ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തോന്നിയത്? അതിനാ ഫോട്ടോ എടുത്ത് നമ്മൾ സിബിക്ക് കൊടുത്തിട്ടില്ലല്ലോ. അത് നിങ്ങൾക്ക് പറയാറുന്നില്ലേ? അപ്പോഴത്തെ അവസരം തോന്നിയില്ല. ഞാൻ അവനെ കുറിച്ച് ശരിക്കൊന്ന് അന്വേഷിച്ചു. പെൺകുട്ടികളെ കുഴി ചാടിക്കൽ അവന്റെ സ്ഥിരം പരിപാടിയാണെന്ന് കേട്ടത്. അതിനുവേണ്ടി അവനൊരു ഗ്യാങ് ഉണ്ടായിരുന്നെന്ന്. ഇങ്ങനെയൊക്കെ ആയിത്തീരുന്ന് ഞാനും കരുതിയില്ല. ഇതിന്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിൽ വന്നിരുന്ന് പഠിച്ച് പോയാ മതിയായിരുന്നു. അല്ല, അതിനുശേഷം നീ ആയിഷയെ കണ്ടോ? അവള് നേരത്തെ വീട്ടിൽ പോയി. അതെ, നമുക്കിനി ക്ലാസ്സിൽ കയറാനൊന്നും പറ്റില്ല. നമുക്ക് സസ്പെൻഷൻ അല്ലേ. നിങ്ങൾ വാ, നമുക്ക് വീട്ടിൽ പോവാം. വിജന തീരമേ നീറുന്നോവുമായി ദൂരെയായി നീ കാത്തിരിപ്പൂ. വിജന തീരമേ നീറുന്നോവുമായി ദൂരെയായി നീ കാത്തിരിപ്പൂ. നഷ്ടസ്വപ്നങ്ങൾ മുറിവേറ്റു വീണൊരീ തിരകളിൽ പാശ്രുതി കേൾക്കുന്നുവോ എൻ മന സ്പന്ദനമായി. വിജന തീരമേ നീറുന്നോവുമായി ദൂരെയായി നീ കാത്തിരിപ്പൂ. പാഥേയമില്ലാത്ത യാത്രകൾ, പടിയിറങ്ങുന്ന പ്രതീക്ഷകൾ. പാഥേയമില്ലാത്ത യാത്രകൾ, പടിയിറങ്ങുന്ന പ്രതീക്ഷകൾ. പാടിമറഞ്ഞു ശേഷിച്ചതൊക്കെയും വീണപ്പൂവിൻ നൊമ്പരങ്ങൾ. വീണപ്പൂവിൻ നൊമ്പരങ്ങൾ. വിജന തീരമേ നീറുന്നോവുമായി ദൂരെയായി നീ കാത്തിരിപ്പൂ.
തുണയൊഴിഞ്ഞിന്നൊരു കൂട്ടിൽ നാം മൗനരാഗങ്ങൾ നീഴുമ്പോൾ തുണയൊഴിഞ്ഞിന്നൊരു കൂട്ടിൽ നാം മൗനരാഗങ്ങൾ നീഴുമ്പോൾ അറിയാതെ ആ വഴി പിന്തുടരുമ്പോഴും ആരോ പിന്നിൽ തേങ്ങുന്നു, ആരോ പിന്നിൽ തേങ്ങുന്നു. വിജന തീരമേ നീറുന്നോമാ ദൂരെയായി നീ കാത്തിരിപ്പൂ. വിജന തീരമേ നീറുന്നോമാ ദൂരെയായി നീ കാത്തിരിപ്പൂ. നഷ്ടസ്വപ്നങ്ങൾ മുറിവേറ്റു വീണൊരീ തിരകളിൽ പാശ്രുതി കേൾക്കുന്നുവോ എൻ മന സ്പന്ദനമായി. വിജന തീരമേ നീറുന്നോമായി ദൂരെയായി നീ കാത്തിരിപ്പൂ. വിജന തീരമേ നീറുന്നോമായി ദൂരെയായി നീ കാത്തിരിപ്പൂ. നഷ്ടസ്വപ്നങ്ങൾ മുറിവേറ്റു വീണൊരീ തിരകളിൽ പാശ്രുതി കേൾക്കുന്നുവോ എൻ മന സ്പന്ദനമായി. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇവിടെ ഈ മനുഷ്യൻ അമ്മയില്ലാത്ത കുറവ് അനുഭവിപ്പിക്കാതെയാണ് ഇദ്ദേഹത്തിൻ്റെ മകളെ വളർത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളാണ് ഇവരൊക്കെ ചേർന്ന് ഒരു കുട്ടിക്കളിയുടെ ലാഘവത്തോടെ തകർക്കാൻ ശ്രമിച്ചത്. എന്തൊക്കെയായാലും കുട്ടികൾ ചെയ്തത് മഹാപരാധം തന്നെയാണ്. ഭാഗ്യത്തിന് കുട്ടിക്കൊന്നും സംഭവിച്ചില്ല. പിന്നെ കുട്ടികൾ ആ ഫോട്ടോ അവന് നൽകിയിട്ടുമില്ല. ഞങ്ങളുടെ ശ്രദ്ധക്കുറവോ എന്തോ അവൻ്റെ ചതിക്കുഴിയിൽ കുട്ടികൾ പെട്ടുപോയി. എൻ്റെ മോൻ പഠിത്തത്തിൽ എത്ര മോശമാണെങ്കിലും അവനൊരു നല്ല ഭാവി ഉണ്ടായിക്കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുട്ടികൾക്കെല്ലാം നല്ല വഴിക്ക് തിരിച്ചു വരാൻ ഒരവസരം കൂടി കൊടുക്കണം. ഇവരൊക്കെ എനിക്ക് മക്കളെ പോലെ തന്നെയാണ്. സംഭവിച്ചെല്ലാം സംഭവിച്ചു. എൻ്റെ മോള് കൊടുത്ത പരാതി അതവൾ പിൻവലിച്ചോളൂ. ഇനിയെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് ഉത്തരവാദിത്തം കാണിക്കും. ആ, ആയിഷ അകത്തുണ്ട്. നിങ്ങൾ അവളെ പോയെന്ന് കണ്ട് സംസാരിക്കും. അവൾക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. സോറി ആയിഷ. കുഴപ്പമില്ല റിയ, ജീവിതത്തിൽ പലതും സംഭവിക്കും. അതിലൊന്നാന്ന് കരുതിയാൽ മതി. നാളെ നിങ്ങൾ സ്കൂളിൽ വരണം. ഞാൻ പറയാം പ്രിൻസിപ്പാളിനോട്. ഇനിയെങ്കിലും സിബിയുമായുള്ള കൂട്ടുകെട്ട് നിങ്ങൾ അവസാനിപ്പിക്കണം. ഞങ്ങളതെല്ലാം ഒഴിവാക്കി. ഇനി മുതൽ ഞങ്ങൾക്ക് നല്ലൊരു കൂട്ടുകാരി ഉണ്ടല്ലോ. അവനുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും അവൻ മൂലം ഉണ്ടായ എല്ലാ ദുശീലങ്ങളും ഞങ്ങൾ ഒഴിവാക്കി. പിന്നെ ഇത്തവണയെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും 9ാം ക്ലാസ് ഒന്ന് കര കയറണം. അതിന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതൊക്കെ നമുക്ക് ശരിയാക്കാം. നമ്മുടെ സൗഹൃദത്തിന്റെ തുടക്കം ഇവിടെ നിന്നാവട്ടെ. ചിലപ്പോ ഇതെല്ലാം ഒരു നിമിത്തമാവാം. എല്ലാത്തിനും കാരണം ഞങ്ങളുടെ അത്യാർത്ഥിയാണ്. സ്കൂളിൽ എന്തൊക്കെയോ ആയിത്തീരണമെന്ന ചിന്ത. അവൻ തന്ന മൊബൈൽ ഉപേക്ഷിക്കണമെന്നുണ്ട്.
അത് ഈ വേളയിൽ ഇവിടെ വെച്ച് തന്നെ ആവട്ടെ. എന്തായാലും കുടിക്കാൻ മേടിച്ചോ. എന്ത് വെയില. ഞങ്ങൾ കുടിക്കാൻ ഇവിടെ പൈസ ഇല്ല. പിന്നെയാണ് അല്ല സതീഷേ, ഇന്ന് മഴ പെയ്യൂ. അതെന്തോർക്ക് അങ്ങനെ പറഞ്ഞു? ഈ ഇപ്പൊ ഫുൾ ടൈം ക്ലാസ്സിലുണ്ടെന്ന് പറഞ്ഞിട്ടു. ഹാൻസോ മോനെ, ഈ ഹാൻസിന്റെയും പാൻപരാഗന്റെയും കച്ചവടമൊക്കെ നമ്മൾ നിർത്തി. ഈ ബോർഡൊന്ന് വായിച്ചു നോക്കാം. അല്ലുമറുക്ക, നിങ്ങളും നേരായോ? പരമാവധി നിങ്ങളെ നാശാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ നന്നായാകട്ടെ. എന്തേ എന്താ നേരം വൈകി? നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയില്ലേ? എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. ഇങ്ങോട്ട് വാടി. ഞങ്ങളുടെ കൂട്ടുകാരെ തൊട്ട കളി മാറുവേ. ഒന്ന് പോടാ പീക്കിരി ചക്ക. എന്റെ ഗ്യാങ്ങിനെ നിനക്കറിയില്ല. നിന്റെ ഒരു ഗ്യാങ്ങോ? നിന്റെ ഗ്യാങ്ങിനെ നേരിടാൻ ഞങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ ധാരാളം. അടിച്ചു ഓടിക്കണം അവരെ. അടിക്കണ പോയിട്ട് ഓണോ വീട്ടിക്കണോടാ. ഓടാ ഓ നിർത്തടാ. ആറ് മാറടാ. അക്രമം വിദ്യാർത്ഥികളുടെ മാർഗമല്ല. എല്ലാവരും ഓരോ ക്ലാസ്സിലേക്ക് പോ. ഇനി ഈ വഴി വന്നാൽ നിന്നെ പിടിച്ച് ഉത്തരവാദിത്തപ്പെട്ടവരെ കയ്യിലേൽപ്പിക്കും. എഴുതി പോടാ. പോ.
ഇവിടെ നിങ്ങൾ കേട്ടത് ഒരു കഥയല്ല, ഒരറിവാണ്. ജീവിതത്തിൽ മുന്നേറാനും ദുഃഖങ്ങളില്ലാതിരിക്കാനും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും നമുക്ക് അറിവ് വേണം. ഈ കഥയിൽ നിന്ന് ഉൾക്കൊണ്ട അറിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പാഠമാവട്ടെ.